മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളൊരാളുമായിട്ടുള്ള സഖാവ് പത്മജി, വേദിയിലുള്ള അസോസിയേഷന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വളരെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ഈ സമ്മേളനങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ മക്കളും പേരമക്കളും ഉൾപ്പെടെയുള്ള നവസമൂഹം ഭാവി എന്തായി തീരുമാനം, അതോടൊപ്പം തന്നെ ശബ്ദമുയർത്തുന്നവരെ എല്ലാം തന്നെ ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയിലാണ് നാം ഇന്ന് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇന്നിപ്പോ നമ്മൾ ഇരിക്കുന്ന സമയം തൊട്ട് വൈകുന്നേരം എന്തായി തീരുമെന്ന് പോലും നമ്മളെല്ലാം ആശങ്കപ്പെടുകയാണ്. ചോദ്യം ചോദിക്കുന്നവരെ, എതിർശബ്ദം ഉയർത്തിപ്പിടിക്കുന്നവരെ, ഭരണകൂടത്തിന്റെ ഉപകരണമായിട്ടുള്ള പോലീസായാലും അതുപോലെ തന്നെ മറ്റു സാമഗ്രികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനു പുറമെ നമ്മുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ഗുണ്ടകളെല്ലാം ചേർന്നുകൊണ്ട് അടിച്ചൊതുക്കുകയും മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ആസുരകാലത്തെ എങ്ങനെ നവീകരിച്ചെടുക്കാമെന്നുള്ള സുചിന്തിതമായിട്ടുള്ള ചിന്തയോടെയും പ്രവർത്തനത്തിലൂടെയുമാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും യുവതയും പോരാട്ട രംഗത്ത് കർമ്മനിരതാകുമ്പോൾ അവരോടൊപ്പം ചേരുക എന്നുള്ളത് ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന, പ്രായവ്യത്യാസമില്ലാത്ത സർവ്വമേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ബാധ്യതയുണ്ട്. ഏറ്റവും വലിയ കടമ കൂടിയാണ്. നമ്മുടെ ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം തന്നെ ഉറപ്പിച്ചുകൊണ്ട് പൊതുജനാധിപത്യ പ്രക്രിയയിലേക്ക് നമുക്കെല്ലാം ഒന്നിച്ചു മുന്നേറാൻ ആവശ്യമായിട്ടുള്ള പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ നിങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭരണക്രിയ എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ സമൂഹത്തിന് തെളിയിച്ചു കൊടുത്തിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്തിന്റെ സമാനരായിട്ടുള്ള പ്രസിഡന്റും ഇപ്പോൾ പൊതു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കരുത്തായിട്ടുള്ള നേതാവുമായിട്ടുള്ള സഖാവ് ഈ പത്മാവതിയാണ്. സഖാവ് ഈ പത്മാവതിയെ സംഘാടക സമിതിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൃത്യമായി സ്വാഗതം. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി അംഗവുമായ കൃഷ്ണൻ, പള്ളിക്കരയിലെ കിട്ടമ്പള്ളിക്കര, മടിക്കയിലെ രാജൻ, മഞ്ചേശ്വരത്തെ ദേവകി പാറൂർ, അറിയാമൂർ ചന്ദ്രാവതി, പ്രിയാനന്ദപിള്ള, സംസ്ഥാന നേതാക്കളായ പി ജേക്കബട്ടൻ, കോഴിക്കോട് സീതോ മാധവൻ, എറണാകുളം ഭാസ്കരൻ,
TFM ഹരിയിലെ അമ്പാടി, പാൾ സോമൻ MLA, ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് KP വത്സരൻ, ഗായകൻ ജയചന്ദ്രൻ, G കാർത്തികേയൻ, പായക്കാട് ബാലകൃഷ്ണൻ, കണ്ണൂർ ബാബു M വാരിശ്ശേരി, സിനിമാ നടൻ ശ്രീനിവാസൻ, പാലക്കാട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദ് നാഥൻ നായർ, നീതി പരീക്ഷ ക്രമങ്ങളിൽ 11 ആത്മീയ വിദ്യാർത്ഥികൾ, പിന്നണി ഗായിക ജാനകി. കൊല്ലം ആക്രമണത്തിൽ മരണപ്പെട്ടവർ ഈ സമ്മേളനങ്ങളിൽ അറിയപ്പെടുന്നവരായ ആളുകളുടെ മുഴുവൻ പേരും ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ അവസ്ഥയിലും സാമ്പത്തിക മേഖലയിലും ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നവരാണ് തൊഴിലാളികൾ. ആ തൊഴിൽ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ അധ്വാനം മുഴുവൻ ഈ സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുകയും തൊഴിലാളികളായിരിക്കുമ്പോൾ തന്നെ അധ്വാനത്തിനനുസരിച്ച് കൂലി കിട്ടുകയും ചെയ്യാതിരിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് പിന്നീട് PF പെൻഷൻ എന്ന രീതിയിലേക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ PF പെൻഷൻ്റെ മേഖലയിലേക്ക് പോകുന്നത്. ചില തൊഴിലാളികൾക്ക് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് അതുപോലെ മേഖലയിലെല്ലാം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ഇപ്പോൾ ബീഡി മേഖലയിലാണെങ്കിലും തോട്ടം മേഖലയിലാണെങ്കിലും അതുപോലെ ഒട്ടേറെ മേഖലകൾ, ഈ മേഖലയിലെല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് തൊഴിലാളിയായിരിക്കുമ്പോഴും മെച്ചപ്പെട്ട ഒരു വേതനം എന്ന് പറയാനില്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഉയർന്ന കൂലി കിട്ടുന്നുണ്ട്, ഈ മേഖലയിലായാലും ഉയർന്ന കൂലി കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെയില്ല. ഇനി തൊഴിലിൽ നിന്ന് പിരിയുന്ന സമയത്ത് 1995 വന്ന PF പെൻഷൻ്റെ നിയമപ്രകാരം നമ്മൾ കൊടുക്കുന്ന വിഹിതത്തിൻ്റെ, നമ്മുടെ തൊഴിലാളികൾ എന്ന രീതിയിൽ നമ്മൾ അടക്കുന്ന വിഹിതം, നമ്മുടെ തൊഴിലുടമ അടങ്ങുന്ന വിഹിതം, ഇതെല്ലാം വെച്ചുകൊണ്ട് നാമമാത്രമായിട്ടുള്ള പെൻഷൻ മാത്രമാണ് നമ്മൾക്ക് ലഭ്യമാകുന്നത്. ഇപ്പം പെൻഷനേഴ്സ് എന്ന് പറയാം, പക്ഷേ എത്രയാണ് പെൻഷൻ എന്ന് ചോദിച്ചാൽ അതൊരു നല്ല അഭിമാനത്തോടുകൂടി നമുക്കൊരു പറയാൻ പറ്റുന്ന തുകയല്ല പെൻഷനായിട്ട് കിട്ടുന്നത്. വളരെ നാമമാത്രമായിട്ടുള്ള തുകയാണ്. ഏറ്റവും അവസാനം പിരിഞ്ഞ ആളുകൾക്ക് പോലും ഒരു 4000 രൂപ വരെ മാത്രമാണ് പെൻഷൻ കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ നാടിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജോലി ചെയ്യുക, തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ ജീവിതവും മൊത്തം അതിനു വേണ്ടി ചെലവഴിക്കുക. പെൻഷനായി കഴിഞ്ഞാൽ പിന്നീട് തങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന അവരാണ് ഈ PF പെൻഷനേഴ്സിൻ്റെ ഈ സംഘടനയുടെ ഭാഗമായിട്ടും പെൻഷൻ വാങ്ങുന്ന ആളുകളല്ല. അതിന് പരിഹാരം വേണം. അതാണ് നമ്മുടെ സംഘടന കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 29, 30 തീയതികളെല്ലാം വരുത്തിയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടല്ല ആ തീരുമാനങ്ങളൊന്നും വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ എന്നുള്ളത് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു സർക്കാരല്ല. ഇപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് നിർവഹിക്കാനുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട്, നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരുടെ ജീവിതം, നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ചിലവുകളുണ്ട്. ഈ ചിലവുകളെല്ലാം നിർവഹിക്കാൻ ആകെ കിട്ടുന്നത് നമ്മുടെ ഈ പെൻഷൻ്റെ തുക മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കണം, കാലാനുസൃതമായിട്ട് വർദ്ധിപ്പിക്കണം. ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വില കയറ്റാണ്. ഇപ്പോൾ യുദ്ധം കൂടി തുടങ്ങിയപ്പോൾ എന്താണ് വില എന്ന് ഒരു ദിവസം പോലും നമുക്ക് പറയാൻ പറ്റുന്നത്. ഓരോ നിമിഷവും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് വില വർദ്ധിക്കുന്നതെങ്കിലും ആ വില വർധനവിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം പറ്റുന്നത് ഈ ലോകത്തെ വൻകിട കുത്തകളായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നപ്പോൾ ഈ യുദ്ധത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ആ ട്രംപിന് എന്താണ് യുദ്ധം കൊണ്ട് ഗുണം? സാധാരണത്തിൽ എന്ത് ഗുണമുണ്ട്? അമേരിക്കയെ ഏറ്റവും വലിയ വികസിത രാജ്യമായിട്ട് മാറ്റുക, അമേരിക്കയെ വീണ്ടും സൂപ്പർ പവറാക്കി മാറ്റുക, ഇതെല്ലാം എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രസിഡന്റായ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് യുദ്ധം ഉണ്ടാക്കുമ്പോൾ ഇസ്രായേലും പാലസ്തീനിൽ അധിനിവേശം നടത്തി, അതിനും അമേരിക്കയുടെ പിന്തുണയുണ്ട്. ഇപ്പോൾ ഇറാനെതിരായിട്ട് ട്രംപ് ഇസ്രായേലോടൊപ്പം ചേർന്നിട്ട് ആക്രമണം നടത്തുന്നു.
ഇതെല്ലാം സാധാരണത്തിൽ നമ്മൾക്ക് കണ്ടാൽ എന്തോ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധമാണ്, ഇറാനെ കൊണ്ട് എന്തെല്ലോ ചെയ്യിപ്പിക്കാനാണ് എന്നെല്ലാം തോന്നും. പക്ഷേ ഒരടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം പോലും ഇറാനെതിരായിട്ട് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളിലേക്ക് അല്ല കിടക്കുന്നത്. ഈ യുദ്ധം എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിന് ഗുണമുണ്ടാക്കിയത്? ഗൾഫ് മേഖലയിൽ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും അമേരിക്കയുടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ഈ യുദ്ധം കൊണ്ട് അമേരിക്കക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ ഈ ഗൾഫ് രാജ്യങ്ങളിൽ, അത് പ്രത്യേകിച്ചും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻകിട വ്യവസായങ്ങൾ ട്രംപ് നടത്തുന്നു. ആ വ്യവസായ സ്ഥാപനങ്ങൾ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ, അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, അവിടുത്തെ ഭരണാധികാരിയെ കൊണ്ട് തനിക്ക് അനുകൂലമായിട്ട് നിലപാടുണ്ടാക്കാൻ ട്രംപിന് കഴിഞ്ഞത് ഒരു കാര്യമാണ് യുദ്ധത്തിൻ്റെ കാര്യം. മറ്റൊരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്, ട്രംപിൻ്റെ മരുമകനുണ്ട്. ആ മരുമകൻ്റെ സ്വത്ത്, അദ്ദേഹം വലിയ വ്യവസായിയാണ്. ആ മരുമകൻ്റെ സ്വത്ത് 2024 യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആകെ ആസ്തി $300 കോടി യുദ്ധം ആരംഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആസ്തി $620 കോടി വർദ്ധിച്ചിട്ടുണ്ട്. ഈ മേഖലയിലാണ് യുദ്ധത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ മേഖല ഏതാണ്? ഒന്ന് എണ്ണയുടെ കാര്യത്തിലാണ്, മറ്റൊന്ന് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലാണ്, റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണ്. ഈ മേഖലയിലെല്ലാമാണ്, ഭൂമിയുടെ കാര്യത്തിൽ ഈ മേഖലയിലെല്ലാമാണ് യുദ്ധം പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ആയുധത്തിൻ്റെ വിൽപ്പന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മേഖലയിൽ വ്യവസായം നടത്തുന്ന ഇദ്ദേഹത്തിൻ്റെ മരുമകന് ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ ആസ്തി $300 കോടി ആയിരുന്നത് $620 കോടി വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് യുദ്ധം ഭരണാധികാരികൾക്ക് ഉണ്ടാക്കുന്ന സൗകര്യവും അവർക്ക് നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്താണ് യുദ്ധം? നമ്മളെ സംബന്ധിച്ച് പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നു, ഡീസലിൻ്റെ വില വർദ്ധിക്കുന്നു, ചരക്ക് ഗതാഗതത്തിൻ്റെ ചെലവ് വർദ്ധിക്കുന്നു, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ പാചകം ചെയ്യുന്ന ഗ്യാസിൻ്റെ വില വർദ്ധിക്കുന്നു, അടുക്കളയിലെ ചെലവ് കൂടുന്നു. ഇങ്ങനെയെല്ലാമാണ് നമ്മളെ ഈ യുദ്ധം ബാധിച്ചത്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. ആ സ്വർണ്ണത്തിൻ്റെ വില വർധനവ് ആരെയാണ് ബാധിക്കുന്നത്? ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരും പണമുള്ള ആളല്ലേ സ്വർണം വാങ്ങുന്നത്, അതുകൊണ്ട് നമ്മളെ ബാധിക്കാൻ പോകുന്ന കാര്യമില്ല. പക്ഷെ അങ്ങനെയാണ്. ഒരു മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് അല്പം സ്വർണം വാങ്ങണമെന്ന് വെച്ചാൽ അത് സാധാരണക്കാരനെ കൂടി ബാധിക്കുന്നു. അതുകൊണ്ടാണ് സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നത്. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് വില കൂടുന്നത്. അങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തുന്ന, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ട് യുദ്ധം മാറുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ പെൻഷൻ വാങ്ങുന്ന ആളുകളെ നമ്മുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നത്. ഇങ്ങനെയാണ് ഭരണാധികാരികൾ ഈ ലോകത്താകെ നടക്കുന്ന സംഭവങ്ങൾ നമ്മളെല്ലാം ബാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ പെൻഷൻ തുക കൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ടത്. രാജ്യത്തെ സർക്കാർ ആ മാറ്റം വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ റേഷൻ കാർഡിന് 35 കിലോ അരി വീതം ഒരു മാസം കൊടുക്കുന്നതിന് വേണ്ടി പിന്നെ ചില റേഷൻ കാർഡിൽ അതിൻ്റെ പകരത്ത് നേരത്തെ തന്നെയുള്ള ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പകരത്തിലുള്ള തീരുമാനം. ഇപ്പോൾ സർക്കാർ പറഞ്ഞതാ അങ്ങനെ കൊടുക്കേണ്ടതില്ല. ഒരു വ്യക്തിക്ക് 7 കിലോഗ്രാം കണക്കാക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ എത്ര കിട്ടും? 14 കിലോ ഭക്ഷ്യധാന്യം മാത്രമേ കിട്ടുള്ളൂ. 3 ആളുകളാണെങ്കിൽ 21 കിലോ മാത്രമേ കിട്ടുള്ളൂ. ഇനി 4 ആളാണെങ്കിലും സാധാരണ രീതിയിലോട്ട് പോയിട്ട് 4 ആളാണെങ്കിലും 28 കിലോ ഭക്ഷ്യധാന്യം മാത്രമായിരിക്കും ആ കുടുംബത്തിലെ കിട്ടുക. കേന്ദ്ര സർക്കാർ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഐസിഎംആറിൻ്റെ റിപ്പോർട്ട് ചെയ്ത് വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു മനുഷ്യന് ശരാശരി ഒരു ഭക്ഷണം, ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഊർജം ശരീരത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ഒരു മാസം ആ വ്യക്തി 14 കിലോ ഭക്ഷ്യധാന്യമെങ്കിലും കഴിക്കണം എന്നുള്ളതാണ്. അത് അരിയാവാം, ഗോതമ്പാവാം, ചോളമാവാം, അല്ലെങ്കിൽ മുത്താറാവാം, എന്തായിക്കോട്ടെ. ഒരു 14 കിലോഗ്രാം ഭക്ഷ്യധാന്യമെങ്കിലും അതിനെ ചെന്നാൽ മാത്രമേ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള കലോറി ആ മനുഷ്യന് കിട്ടിയുള്ളൂ. ആരോഗ്യം കൊണ്ട് ജീവിക്കാനുള്ള കലോറി. അപ്പോൾ എന്താ കേന്ദ്ര സർക്കാർ പറയുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ പറയുന്നത് 14 കിലോ എന്ന് കൊടുക്കേണ്ട ഒരു മനുഷ്യൻ്റെ ആവശ്യമായിട്ടുള്ള കലോറിയുടെ പകുതി മതി എന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? വളർച്ച ബാധിച്ച കുട്ടികൾ, വളർച്ച മുരടിപ്പുള്ള കുട്ടികൾ, ഭാരക്കുറവുള്ള മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഏറ്റവും വലിയ പോഷകാഹാര പ്രശ്നം, ഇവർക്കെല്ലാമാണ് ഭക്ഷ്യധാന്യം നിഷേധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യം നമുക്ക് നൽകാതിരിക്കുമ്പോൾ നമ്മുടെ പുറത്തു നിന്ന് വാങ്ങുമ്പോൾ, മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ, ഇപ്പോൾ വിലക്കയറ്റം കൂടിയാകുമ്പോൾ ഈ പെൻഷൻ തുക കൊണ്ട് നമുക്ക് നമ്മുടെ അത്യാവശ്യമുള്ള ഭക്ഷ്യസാധനത്തിനെ പോലും അത് നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ജീവിത പ്രശ്നം എന്നുള്ളത് നമ്മുടെ ചികിത്സയുടെ പ്രശ്നമാണ്, ആരോഗ്യത്തിൻ്റെ മേഖലയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി എന്നുള്ളത് ആരോഗ്യ മേഖലയിൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാവുക. അതിലെന്ത് വേണം? നേരത്തെ തന്നെ 1957 തൊട്ട് തന്നെ കേരളത്തിൽ ശക്തി ആർജിച്ച നമ്മുടെ പൊതുജനാരോഗ്യ മേഖല അത് കുറെ കൂടി ശക്തിപ്പെടണം. ഇടക്കാലത്ത് ചില ഭരണത്തിൻ്റെ സമയത്തെല്ലാം ആ മേഖലയിൽ വലിയ പിന്തിരിപ്പൻ ആശയങ്ങൾ നടപ്പാക്കി.
സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ നയങ്ങൾ നടപ്പാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്തെല്ലാം കേരളത്തിൽ സർക്കാർ ആശുപത്രികൾ കൂട്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്, ഡോക്ടർമാരില്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്, മരുന്നില്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് അനുഭവമാണ്. ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകുന്ന സമയത്താണ് പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം നമ്മുടേതായിരുന്നു. പക്ഷെ നോക്കൂ, ഇപ്പോൾ 2 മാസക്കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? പൊതുജനാരോഗ്യ മേഖല അപ്പാടെ തകർത്തിരുന്നു. ഇപ്പോൾ പനിയുടെ കാര്യമാണ്. അപ്പോൾ എന്നോട് വന്നപ്പോൾ തന്നെ ഗീജോട്ട് പറഞ്ഞത്, ഗീജോട്ട് മോക്ക് മോന് വീട്ടിലെ മുഴുവൻ ആളുകൾക്ക് വയ്യ. ഇതെല്ലാം പുതിയ അവസ്ഥയാണ്. പനി വന്നാൽ എവിടെ പോകും? പനി വന്നാൽ തൊട്ടടുത്ത സഹകരണ ആശുപത്രി അല്ലെങ്കിൽ അവിടെയുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് പോയാൽ അവിടെ ഡോക്ടറുണ്ടോ, മരുന്നുണ്ടോ? ഒന്നുമില്ല. താലൂക്ക് ആശുപത്രിയിൽ പോലും ഉച്ചവരെ ഒന്നോ രണ്ടോ ഡോക്ടറെ വെച്ചിട്ടാണ് താലൂക്ക് ആശുപത്രികൾ നടത്തുന്നത്. 24 മണിക്കൂറും ഡോക്ടറും മറ്റ് സേവനം ഉണ്ടാവേണ്ട ആശുപത്രികളിൽ ഉച്ചവരെയുള്ള OP മാത്രം നടക്കുന്ന ഒന്നായിട്ട് താലൂക്ക് ആശുപത്രികൾ, CHSകൾ എല്ലാം തന്നെ മാറിയിരിക്കുന്നു. ഡോക്ടറില്ല, മരുന്നില്ല, മറ്റ് സംവിധാനങ്ങളില്ല. എങ്ങനെയാണ് നമ്മളിത് ബാധിച്ചത്? പനി വന്നാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു. അവിടെയാണെങ്കിൽ ഉയർന്ന ഫീസ് കൊടുത്തിട്ട്, ഉയർന്ന വില കൊടുത്തിട്ട് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ഉൾപ്പെടെയുള്ള ജനം. മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് നമ്മളെങ്ങനെയാണ് പണം ചെലവഴിക്കുക? ഒരു പനി വന്നാൽ എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് പോകാൻ പറ്റുക? നമ്മൾക്കെല്ലാം വേണ്ടിയിട്ടാണ് പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ ആ തീരുമാനം എടുത്തത്. പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കണം. അവർക്ക് ഏത് അസുഖം വന്നാലും അവർക്ക് ചികിത്സ ലഭ്യമാവണം. ആ നിലപാടാണ്, ആ നയമാണ് ഇടതുപക്ഷത്തെ നയിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് അങ്ങനെയല്ല. അതിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെട്ടപ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ അങ്ങനെ രോഗികളില്ല. പക്ഷേ സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് അത് കണക്കാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ സ്വകാര്യ ആശുപത്രികളെ ശക്തിപ്പെടുത്താനും ആ മേഖലയിലേക്ക് മറ്റു മേഖലകളിൽ ഉൾപ്പെടെ കടന്നുകയറ്റം നടത്താനും വിദേശത്തു ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു കയറിയിട്ട് നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളും വിലക്ക് വാങ്ങിയതിൻ്റെ അനുഭവം ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ. ഇപ്പോൾ നമുക്കെല്ലാം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഒരു അസുഖം വന്നാൽ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഏത് ആശുപത്രിയിൽ പോകണം എന്ന് നമുക്കുണ്ട്. അതുപോലെ തന്നെ കിംസ് ഉണ്ട്, അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഉണ്ട്. ഈ ആശുപത്രികളെല്ലാം ഉണ്ട്. ഇത് നേരത്തെ ആരാണ്? കേരളത്തിലെ മുതലാളിമാർ നടത്തുന്ന ആശുപത്രികളാണ്. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി? ഈ ആശുപത്രികളൊന്നും ഇപ്പോൾ കേരളത്തിലെ മുതലാളിമാരുടെ കൈവശമല്ല. ഈ ആശുപത്രികളിലെല്ലാം 70%, 55% ഓഹരികളെല്ലാം അമേരിക്കൻ കുത്തക കമ്പനികൾക്ക്, ആരോഗ്യ മേഖലയിലുള്ള കുത്തക കമ്പനികൾക്ക് വിറ്റഴിക്കുന്നത്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിംസ് എന്ന് പറയുന്ന ആശുപത്രി. അതിൻ്റെ 85% ഓഹരിയും ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ കൈവശമാണ്. അപ്പോൾ നേരത്തെയുള്ള കിംസ് അല്ലേ, അപ്പോൾ അവിടെ പോയി അങ്ങനെ ഫീസ് ഉണ്ടാവില്ല, കുറച്ച് പൈസ കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയാൽ ഇനി പോകുന്ന കിംസിൻ്റെ ആശുപത്രി അമേരിക്കൻ കമ്പനിയായിട്ട് ബ്ലാക്ക് സ്റ്റോൺ തീരുമാനിക്കുന്ന ചികിത്സാ ചെലവാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആണെങ്കിൽ KKR ഗ്രൂപ്പ് എന്ന് പറയുന്ന അമേരിക്കയിലെ മറ്റൊരു കമ്പനി അതിനെ വിലക്കെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആസ്റ്റർ മിംസ് ആണെങ്കിൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്ന ഒരു വൻകിട കമ്പനി, അമേരിക്കയിൽ തന്നെയുള്ള വൻകിട കമ്പനിയാണ് ഈ ആസ്റ്റർ മിംസ് ആശുപത്രി നടത്തുന്നത്. എല്ലാ ആശുപത്രി ആയിട്ടുണ്ടാവില്ല, അതിൽ ചില ആശുപത്രികൾ നടത്തുന്നു, ക്രമേണ മറ്റു ആശുപത്രികളിലേക്ക് വരും. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ 2 മാസങ്ങളായിട്ട് അതിൻ്റെ വേഗം വർദ്ധിച്ചിരിക്കും. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് സാധാരണക്കാരുടെ ആരോഗ്യം, അവരുടെ നമ്മുടെ ചികിത്സാ സംവിധാനം എങ്ങനെയാണ് നിലനിർത്തുന്നത് എല്ലാം ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ പൗരന്മാരാണ്. ആ ആവശ്യങ്ങളതാണ് ഈ ഇതിനെല്ലാം ഉത്തരവാദിയായിട്ടുള്ള കഴിഞ്ഞൊരു 5 വർഷത്തിനകത്ത് 100-ലേറെ പരീക്ഷ പേപ്പർ ചോദിച്ചപ്പോൾ അതിനെല്ലാം ഉത്തരവാദിയായിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതിശക്തമായിട്ടുള്ള സമരമാണ് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത്. ആദ്യം സമരം തുടങ്ങിയത് SFI ആണ്. പിന്നീട് സമരം കോക്രോച്ച് ജനതാ പാർട്ടി ഏറ്റെടുത്തു. കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശത്തെ തുടർന്നാണ് അതിൽ സോഷ്യൽ മീഡിയ വഴി ഒരു സംവിധാനം ഉണ്ടാകുന്നതും അജിത് വിദ്യയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘടനയായിട്ട് അത് മാറുകയും ചെയ്തു. കോക്രോച്ച് ജനതാ പാർട്ടി, അതാണ് ആ പാർട്ടിയുടെ പേര്. നമുക്ക് എല്ലാവർക്കും അതറിയാം. അവർ ആ സമരം ഏറ്റെടുത്തു. നമ്മളൊരു പ്രതികരണമില്ല. ഈ യുവാക്കൾ എന്താണ് ചെയ്യുന്നത്, ഈ യുവാക്കൾക്ക് എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടോ എന്നെല്ലാം നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ രാജ്യത്തെ യുവാക്കൾ, ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കൾ ആ സമര കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തി. ജന്തർ മന്ദിർ മാത്രമല്ല, ഡൽഹിയിലെ മുഴുവൻ തെരുവീതികളും പാർലമെന്റ് സ്ട്രീറ്റും ഉൾപ്പെടെ കൈയടക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ തക്കതായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ സമരം നമ്മുടെ രാജ്യത്ത് നടന്നു. അതിനിടയിൽ തന്നെയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. തുടർന്ന് വീണ്ടുമുള്ള പരീക്ഷ.
ജൂൺ മാസം 20-ാം തീയതിയായിരുന്നു. ആ പരീക്ഷ നടന്നപ്പോൾ എന്താ സ്ഥിതി? നേരത്തെ 22 ലക്ഷത്തിലേറെ കുട്ടികൾ പരീക്ഷ എഴുതിയത് ജൂൺ 20-ാം തീയതി വീണ്ടും പരീക്ഷ നടത്തിയപ്പോൾ 19,90,000 പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഏകദേശം 2,75,000-ലേറെ വരുന്ന വിദ്യാർത്ഥികൾ, ആദ്യം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പിന്നീട് പരീക്ഷ എഴുതിയില്ല. ആ വിദ്യാർത്ഥികൾ എത്രമാത്രം പ്രയാസപ്പെട്ടു. 21ഓളം വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു. എന്നിട്ടും കേന്ദ്ര സർക്കാരിന് അനക്കയില്ല. അപ്പോഴാണ് അതിശക്തമായിട്ടുള്ള സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസിന്, ഡൽഹിയിലെ പോലീസ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ട് കീഴിലാണ്. അമിത്ഷാണ് ആഭ്യന്തരമന്ത്രി. അമിത്ഷായുടെ കീഴിലാണ് കേന്ദ്രത്തിലെ പോലീസ്, ഡൽഹിയിലെ പോലീസ്. ആ പോലീസ് എങ്ങനെയാണ് വന്നത്? വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നത്. ഇങ്ങനെ വള്ളൽ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ചീറ്റിയിട്ട് ഒന്നാം സമരകേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കാം, അങ്ങനെയാണ് വന്നത്. അങ്ങനെയല്ല, ലാത്തിക്ക് ഇങ്ങനെ ഇരുമ്പാണി ഘടിപ്പിച്ചിട്ട് ആ ലാത്തി കൊണ്ട് ഈ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു. പോലീസ് മാത്രമല്ല, പോലീസിൻ്റെ വേഷം ധരിച്ച് വന്നിട്ടുള്ള ആളുകൾ കുട്ടികളുടെ ദേഹത്തേക്ക് പെല്ലറ്റ് ബോംബുകൾ വർഷിക്കുന്നു. പെല്ലറ്റ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത് ഇസ്രായേൽ പാലസ്തീനെതിരായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ഈ പെല്ലറ്റ് ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങളുടെ ദേഹത്തെല്ലാം ഇങ്ങനെ ബോംബ് ചീടുകൾ തെറിച്ചിട്ട് ഇങ്ങനെ തെറിപ്പിച്ചിട്ട് കണ്ണു കാണാതാക്കുക, അതുപോലെ തന്നെ ദേഹത്താകെ പരിക്കേൽപ്പിക്കുക, മുഖമാകെ വിശുദ്ധമാക്കുക, ഇതെല്ലാം വേണ്ടിയിട്ടാണ് പെല്ലറ്റ് ഉപയോഗിക്കുന്നത്. ആ പെല്ലറ്റാണ് ഈ രാജ്യത്തെ സർക്കാർ, ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഡൽഹിയിൽ പ്രയോഗിച്ചത്. എത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനാണ്, എത്രയധികം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റി. ആ സമരം എന്നിട്ടും പിന്തിരിഞ്ഞില്ല. അതിശക്തമായിട്ടുള്ള സമരം നടന്നപ്പോൾ ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ, രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, രാജിവെച്ചു. പക്ഷേ പ്രശ്നം തീരുന്നുണ്ടോ? പ്രശ്നം തീരുന്നില്ല. ഇതിന് തൊട്ട് മുമ്പാണ് ഈ കോലാഹലം നടക്കുമ്പോഴാണ് CBSE പരീക്ഷയിലെ 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കുന്നത്. മൂല്യനിർണ്ണയം എങ്ങനെയാണ് നടത്തേണ്ടത്? ആരാണോ പഠിപ്പിച്ചത് അവർ മൂല്യനിർണ്ണയം നടത്തണം. അതിനൊരു ഏജൻസിയെ ഏൽപ്പിച്ചു, പ്രൈവറ്റ് ഏജൻസി. ആ നേരത്തെ തന്നെ അവരെക്കുറിച്ച് പരാതിയുണ്ട്. ആ പരാതി കൂടി ഉള്ള ഒരു കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ 17 ലക്ഷം വിദ്യാർത്ഥികളുടെ അവരുടെ +2 പഠനം കഴിഞ്ഞിട്ടുള്ള അവരുടെ ഭാവി തന്നെ അനിശ്ചിതമാകുന്ന സ്ഥിതിയിലായി. അധ്യാപകർ നെറ്റ് യോഗ്യത വേണമെന്ന് UG നടന്നു. നമ്മുടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ഒട്ടേറെ ആളുകൾ അതിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. വിദ്യാഭ്യാസ മേഖല അനിശ്ചിതത്തിലാണ്. അപ്പോഴാണ് ഈ സംഘടിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നത്. സംഘടിച്ച് സമരം നടത്തിയപ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. എന്തിനാണ് സംഘടിക്കുന്നത് എന്നുള്ളതല്ലേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ കിട്ടുന്ന പെൻഷൻ വാങ്ങിയിട്ട് വീട്ടിലിരുന്നാൽ പോലെ നിങ്ങൾ എന്തിനാണ് പെൻഷനേഴ്സ് അസോസിയേഷനെതിരെ സംഘടന ഉണ്ടാക്കിയിട്ട് എന്തിനാണ് നിങ്ങൾ സമ്മേളനത്തിന് പോകുന്നത്, എന്തിനാണ് സമരത്തിന് പോകുന്നത് എന്നെല്ലാമാണ് നമ്മളോട് ചോദ്യം. സംഘടിക്കുന്ന ഓരോ മനുഷ്യനോടും ഈ രാജ്യത്തെ മാധ്യമങ്ങളും ഈ രാജ്യത്തെ പിന്തിരിപ്പ ശക്തികളും ലോകത്താകെയും ഈ രാജ്യത്ത് ഉയർത്തുന്ന ചോദ്യം, എന്തിനാണ് നിങ്ങൾ സംഘടിക്കുന്നത്, എന്തിനാണ് സമരം ചെയ്തത്? ഇപ്പം എന്താ നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ലോകം മുഴുവൻ മനസ്സിലാക്കുന്നു. സംഘടിക്കുക എന്നുള്ളതല്ലാതെ, സമരം ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന വിദ്യാർത്ഥി സമരത്തിലെ, യുവാക്കളുടെ സമരത്തിൻ്റെ ഈ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഈ രാജ്യത്തുടനീളം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ തൊഴിലാളികളുടെ രീതിയിൽ വലിയ സമരം ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നോയിഡയിലെ തൊഴിലാളികൾ സമരം നടന്നു. സമരം ചെയ്ത മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽ സലാം. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽ സലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽ സലാം, 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 ലാൽ സലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽ സലാം. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ
ഉള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാ സലാം 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 ലാ സലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു. ലാൽ സലാം നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ. ലാൽ സലാം അന്ന് ചമ്പുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽ സലാം 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 ലാൽ സലാം. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.